അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചിലപ്പോൾ ജീവിതത്തിൽ എത്ര ദുആ ചെയ്തിട്ടും ഒരു മാറ്റവും കാണുന്നില്ലെന്ന് തോന്നാം. രോഗങ്ങൾ മാറാതെ നീണ്ടുപോകാം. പ്രയാസങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വന്നുകൊണ്ടിരിക്കാം. മനസ്സിലുള്ള ഹലാലായ ആഗ്രഹങ്ങൾ പോലും അകലെയാണെന്ന് തോന്നുന്ന സമയങ്ങൾ ഉണ്ടാകും. അത്തരം സമയങ്ങളിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുമുള്ള ഒരു വലിയ മാർഗമാണ് പരിശുദ്ധ ഖുർആൻ. ഇന്ന് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ ഉപയോഗിച്ചുള്ള 2 അമലുകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആദ്യത്തെ അമൽ രോഗശമനത്തിനായുള്ളതാണ്. ശുദ്ധമായ പച്ചവെള്ളമെടുത്ത് അതിലേക്ക് 7 തവണ സൂറത്തുൽ ഫാത്തിഹ, 7 തവണ ആയത്തുൽ കുർസി, 71 തവണ വീതം സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും ഊതുക. തുടർന്ന് ആ വെള്ളം 3 ദിവസമോ 7 ദിവസമോ അതിരാവിലെ വെറും വയറ്റിൽ കുടിക്കുക. ഇത് ചെയ്യുമ്പോൾ ശിഫ നൽകുന്നത് അള്ളാഹു മാത്രമാണെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. രണ്ടാമത്തെ അമൽ ദിവസവും 100 ഫാത്തിഹ പാരായണം ചെയ്യുക എന്നതാണ്. ജീവിതത്തിലെ പ്രയാസങ്ങൾ എളുപ്പമാകാനും മനസ്സിലുള്ള ഹലാലായ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിച്ചു തരാനും ദിവസവും 100 തവണ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാവുന്നതാണ്. ഇതിന് 2 രീതികളുണ്ട്. ഒന്നാമത്തെ രീതി, സുബ്ഹി നിസ്കാരത്തിന് ശേഷം 30 ഫാത്തിഹ, ലുഹർ നിസ്കാരത്തിന് ശേഷം 25 ഫാത്തിഹ, അസർ നിസ്കാരത്തിന് ശേഷം 20 ഫാത്തിഹ, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 15 ഫാത്തിഹ, ഇശാ നിസ്കാരത്തിന് ശേഷം 10 ഫാത്തിഹ. ഇങ്ങനെ 5 നേരങ്ങളിലായി ദിവസവും 100 ഫാത്തിഹ പൂർത്തിയാക്കാം. രണ്ടാമത്തെ രീതി, 5 വഖ്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 20 ഫാത്തിഹ വീതം പാരായണം ചെയ്താലും ദിവസത്തെ 100 ഫാത്തിഹ പൂർത്തിയാകും. ഓരോ തവണയും പാരായണം കഴിഞ്ഞ ശേഷം അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് ദുആ ചെയ്യുക. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവനോട് പറയുക. അവനാണ് പ്രയാസങ്ങൾ നീക്കുന്നവൻ, അവനാണ് രോഗങ്ങൾക്ക് ശിഫ നൽകുന്നവൻ, അവനാണ് ഹലാലായ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നവൻ. അള്ളാഹു നമ്മുടെ എല്ലാ ദുആകളും അമലുകളും സ്വീകരിക്കട്ടെ. രോഗികൾക്ക് ശിഫ നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തും സമാധാനവും അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.